അനുഭവപ്പെടുന്ന അവസ്ഥ എന്തെന്നറിയോ? അതുമാത്രവുമല്ല, ആരുമില്ലാത്ത ഏകാന്തതയുടെ മൂകാന്തമായ കബറിന്റെ ഉള്ളിന്റെ ഉള്ളറയിലേക്കൊന്ന് കൊണ്ടുവെക്കുമ്പോ ഫയതഖല്ലബു അലൽ ജംരി ലൈലൻ വനഹാറാ, രാവെന്നില്ല പകലെന്നില്ല, ആ കബറിന്റെ ഉള്ളിൽ 4 ഭാഗത്തുനിന്ന് തീ കൊണ്ട് നിറക്കുകയാണ്. 4 ഭാഗത്തുനിന്ന് തീയാ, വലതുഭാഗത്തുനിന്ന് തീയാ, ഇടതുഭാഗത്തുനിന്ന് തീയാ, മുകളിൽ നിന്നും താഴെ നിന്നൊക്കെ തീയാട്. എന്നാൽ ഉമ്മാന്റെ പൊരുത്തമില്ലാതെ വിട പറഞ്ഞു പോയ, ഉമ്മയോട് വഴക്കുണ്ടാക്കിയവരാണോ, ഉമ്മയെ കുറ്റപ്പെടുത്തിയവരാണോ, ഉമ്മയെ കളിയാക്കിയവരാണോ, ഉമ്മയെ ആക്ഷേപിച്ചവരാണോ, എന്നാ മയ്യത്ത് പൊതിഞ്ഞിട്ട് വെള്ളത്തുണിയിൽ ആളുകൾ ചുമന്നുകൊണ്ട് പോകുമ്പോഴും ആ പൊതിയുടെ ഉള്ളിൽ കിടക്കുന്ന നിങ്ങളുടെ അവസ്ഥ എന്തെന്നറിയോ? അല്ലാഹുവേ, ശരീരം തീ കൊണ്ട് കത്തിക്കുന്നത് പോലെയാണ്, തീ കുണ്ടാരത്തിൽ കിടക്കുന്നത് പോലെയാ. ഇനിയും അല്ലാഹു നമുക്ക് സമയം തന്നിട്ടുണ്ട്. ഇന്നതാ നമ്മുടെ ഇടതുഭാഗത്തിരിക്കുന്ന, എന്റെ ഇടതുഭാഗത്തും നിങ്ങളുടെ വലതുഭാഗത്തും ഇരിക്കുന്നവരില് ഇവിടെ ഇരിക്കുന്ന മക്കളുടെ ഉമ്മയുണ്ടല്ലോ, ചെറുപ്പക്കാരുടെ ഉമ്മയുണ്ടല്ലോ, എന്ത് പറഞ്ഞാലും കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരാണ്. മക്കളെ എന്ന് വിളിച്ചൊരുപാട് സ്നേഹം തന്നവരാണ്. മക്കൾ ഉറങ്ങാതെ മക്കൾക്ക് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ കാത്തിരിക്കുന്നവരാ. മക്കൾക്ക് രോഗം വന്നാ ഏറ്റവും കൂടുതൽ കരയുന്നത് മക്കളല്ല, ഉമ്മയാ. അങ്ങനെയുള്ള ഉമ്മമാര് ഇന്നത്തെ ഈ വാളിന്റെ മജ്‌ലിസിൽ കിടന്നിരിപ്പുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അതുകൊണ്ട് ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ അവരെ വെറുപ്പിക്കല്ലേ, അവരെ സങ്കടപ്പെടുത്തല്ലേ, അവരെ ആക്ഷേപിക്കല്ലേ. നമുക്കൊരു ചിന്തയുണ്ട്, നമ്മൾ എന്തൊക്കെ ചെയ്തു പോയാലും പടച്ചവന്റെ പള്ളിയില് റമളാനിക്കൊന്ന് കടന്നു വന്നിരുന്നിട്ട് ഒന്ന് നിസ്കരിച്ചു പോയാ, ഒന്ന് നോമ്പ് നോറ്റു പോയാ, ഒരു ഖതമോദി പോയാ, അല്ലാഹു നമുക്കൊക്കെ പൊരുത്തപ്പെട്ട് തരുമെന്ന് പറഞ്ഞിട്ട് ചിന്തിച്ച് കഴിഞ്ഞുകൂടിയവരല്ലേ നമ്മള്. എന്നാൽ എന്റെ യുവാക്കളെ, എന്റെ ചെറുപ്പക്കാരാ, ഒരിക്കലുമില്ല ഇനി ഹജ്ജുകൾ ചെയ്തവരാകട്ടെ, ഉംറ ചെയ്തവരാകട്ടെ, സക്കാത്ത് കൊടുത്തവരാകട്ടെ, സദഖ ചെയ്തവരാകട്ടെ, ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോയവരാകട്ടെ, എന്റെ കൂട്ടുകാരെ പഠിച്ചുകൊള്ളുക. ഹജ്ജ് ചെയ്യാൻ വേണ്ടി കടന്നു പോകുന്നവനാണെങ്കിൽ പോലും ഉമ്മാടെ പൊരുത്തമില്ലേ, നിങ്ങളുടെ ഹജ്ജ് റബ്ബിന് വേണ്ട. എത്രത്തോളം ഞാൻ ഇത് പറയുന്നത് എന്തിനറിയോ? നമ്മൾ ഏതായാലും നമ്മൾ മരിക്കും. ആ മരിക്കണ സമയം നമ്മളെ വെള്ള പുതപ്പിക്കും. ആ വെള്ള പുതപ്പിക്കുമ്പോൾ അതിൽ നല്ല കൂളുണ്ടാവണോ? ഉമ്മാന്റെ പൊരുത്തുണ്ടാവണം. ഇല്ലെങ്കിലോ നരകത്തിന്റെ ആ തീയിന്റെ ചൂടിന്റെ ആരംഭം അവിടെ മുതൽ ആരംഭിക്കുന്നതാണ്. ഇതെന്റെ വാക്കല്ല, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ഉറക്കെന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മെത്തബയോട് എനിക്കൊരു വല്ലാത്തൊരു സ്നേഹമാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടെ ഇവിടെ തന്നെ ഇങ്ങനെ വരാം. ഇല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് 1 മാസം 2 മാസം എന്നല്ല, 1 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നൊക്കെ അങ്ങനെ മാറ്റി കൊടുക്കും. ഇവിടെയാണ് അടുപ്പിച്ചടുപ്പിച്ച് വരുന്നത്. എന്തുകൊണ്ടെന്നറിയോ? പലരും എനിക്ക് ബന്ധുക്കളെ പോലെയാണ്, സ്നേഹമാണ്. അതുകൊണ്ട് പറയുന്നു ഉറക്കെ, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയുടെ വാക്കല്ലേ. എന്തിനേറെ നമ്മളെയൊക്കെ ഉസ്താദുമാര്, പഴയ ഉസ്താദുമാര് വഅദ് പറയുന്ന കൂട്ടത്തിൽ ഒരു സ്വഹാബിയുടെ കഥ പറയും. പിന്നെ അവിടെ നിന്ന് ഒരു അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ഒരു മഹാനുഭാവന്റെ ചരിത്രം പറയാറുണ്ട്. പണ്ടുള്ള ഉമ്മമാർക്കൊക്കെ അതറിയാം. ഹജ്ജിന് വേണ്ടി പോകാൻ ആഗ്രഹിക്കുകയാണ് മഹാനായ ഫദ്ൽ റളിയല്ലാഹു അൻഹു. മഹാനായ ഫദ്ൽ റളിയല്ലാഹു അൻഹു ഹജ്ജിന് വേണ്ടിയിട്ട് കൊതിക്കുകയാണ്. പല പ്രാവശ്യം ഉമ്മാന്റെ മുമ്പിൽ വന്നുകൊണ്ട് പറയുന്നു, ഉമ്മ ഞാനൊന്ന് ഹജ്ജിന് പോട്ടെ ഉമ്മ. ഉമ്മ പറഞ്ഞു, പൊന്നുമോനെങ്ങനെ ഹജ്ജിന് പോകാനാ? ഉമ്മയെ നോക്കാൻ ഒരാളില്ലല്ലോ. ഉമ്മ ഒറ്റക്കല്ലേ പൊന്നുമോനെ, ഒരു കൂടപ്പറപ്പെന്ന് പറയാ ഒരാളുമില്ലല്ലോ. അതുകൊണ്ട് ഉമ്മാന്റെ കുട്ടി പോകല്ലേ എന്നവിടുന്ന് ഫദ്ൽ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയുമ്പോ ഫദ്ൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് ചിന്തിക്കുകയാണ്, ഹജ്ജിനല്ലേ കടന്നു പോകുന്നത്, റബ്ബെനിക്ക് പൊരുത്തപ്പെട്ടു തരൂല്ലേ, അല്ലാഹുവിനിക്ക് മാപ്പ് തരൂല്ലേ എന്ന് പറഞ്ഞിട്ട് മഹാനായ ഫദ്ൽ റളിയല്ലാഹു അൻഹു നടക്കുകയാണ്. അന്ന് രാത്രിയാകുമ്പോ അടുത്തുള്ള ഒരു പള്ളിയിൽ കയറിയിട്ട് നല്ലതുപോലെ നിസ്കരിക്കാമല്ലോ, വിശ്രമിക്കാമല്ലോ, അതെല്ലാം കഴിഞ്ഞിട്ട് നാളെ കടന്നു പോകാ എന്ന് പറഞ്ഞ് പള്ളിയിലേക്കൊന്ന് കടന്നിരുന്നിട്ട് വിശ്രമിച്ച് ഖുർആൻ ഓതുമ്പോ ആ നാട്ടിൽ ഒരു കളവ് നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നടക്കുമ്പോ ആ കള്ളനെ ആളുകൾ ഓടിച്ചു കൊണ്ടുവരുമ്പോ ആ കള്ളൻ
കാണാൻ വന്ന് കയറിയത് ഫളൽ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്ന ഇബാദത്തെടുക്കുന്ന ഖുർആൻ ഓതുന്ന സ്ഥലത്താണ്. അവരതാ ചെന്ന് നോക്കുമ്പോ അവിടെ ഇരിക്കുന്ന ഫളിൽ തങ്ങളാണ്. വന്നവർക്കറിയില്ലല്ലോ ഫളിലാണ് ഇരിക്കുന്നതെന്ന്. മഹാനായ ഫളൽ റളിയല്ലാഹു അൻഹുവിനെ പൂട്ടിട്ടുകൊണ്ട് പിടിക്കുകയാണ്. അല്ലാഹുവേ, അവര് പൂട്ടിട്ട് പിടിച്ചുകൊണ്ട് രാജാവിന്റെ സന്നിധിയിൽ കൊണ്ടുപോവുകയാ. രാജാവിന്റെ സന്നിധിയിൽ കൊണ്ടുപോകുമ്പോ രാജാവ് ഓർഡർ പുറപ്പെടുവിക്കുകയാണ്. ഇവൻ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ട് മോഷ്ടിച്ചവനാ. അവന്റെ കൈ മുറിക്കട്ടെ, അവന്റെ കാല് മുറിക്കട്ടെ, അവന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കട്ടെ, അതുപോലെ അവന്റെ അവയവങ്ങൾ മുഴുവനും മുറിച്ചു മാറ്റട്ടെ. അത് കഴിഞ്ഞിട്ട് ഒരു വടിയുടെ പുറത്ത് അവന്റെ കൈകാലുകളില്ലാത്ത മാംസപിണ്ഡമായ ശരീരം കുത്തിയെടുത്തിട്ട് അങ്ങാടിയിലൂടെ കൊണ്ടു നടന്നിട്ട് നിങ്ങൾ പറയുമോ, ഇനി ഇവിടെ ആര് വന്നിട്ട് മോഷ്ടിച്ചാലും അവന്റെ അവസ്ഥ ഇതാണല്ലോ എന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ട് ആളുകളോട് കൈകാലുകൾ മുറിക്കാൻ പറയുമ്പോ ഹജ്ജിന് വേണ്ടിയിട്ട് കടന്നു വന്ന ഫളൽ റളിയല്ലാഹു അൻഹുവിന്റെ കൈകാലുകൾ മുറിക്കുന്നു, കണ്ണ് ചൂഴ്ന്നെടുക്കുന്നു, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും അറുത്തു മുറിക്കുന്നു. മഹാനായ ഫളൽ റളിയല്ലാഹു അൻഹു വേദന കൊണ്ട് പിടയുകയാണ്. അവസാനം അങ്ങാടിയിലൂടെ ഒരു വടിയിൽ കുത്തിയെടുത്തിട്ട് ഫളൽ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് കറങ്ങുകയാണ്. ആളുകൾ വിളിച്ചു പറയാ ഒരുങ്ങി, ഇനി ആരെങ്കിലും കടന്നു വന്നിട്ട് ഇവിടെ മോഷണം നടത്തിയാൽ അവന്റെ അവസ്ഥ ഇതാകുമെന്ന് പറയുമ്പോ ഫളൽ റളിയല്ലാഹു അൻഹു ഫബക്കാ ബുകാഅൻ ശദീദാ, പൊട്ടി പൊട്ടി അങ്ങ് കരയുകയാണ്. കരഞ്ഞിട്ടു പറഞ്ഞു, നിങ്ങൾ എന്നെ കള്ളനെന്ന് പറയല്ലേ, വേണമെങ്കിൽ ഉമ്മാന്റെ പൊരുത്തമില്ലാത്ത മകനെന്ന് പറഞ്ഞു. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. അവസാനം ഫളൽ റളിയല്ലാഹു അൻഹുവിനെ വടിയുടെ പുറത്തുനിന്ന് താഴെ ഇറക്കുമ്പോ ഫളൽ തങ്ങൾ ഉറക്കെ പറയാട്, എനിക്ക് ദാഹിക്കുന്നല്ലോ, എനിക്കൊരൽപ്പം വെള്ളം തരാമോ, ഏതെങ്കിലും ഒരു വീടിന്റെ ഫ്രണ്ടിൽ ഒന്ന് കൊണ്ട് കിടത്താമോ? അങ്ങനെ പറയുന്ന സമയത്ത് ഫളൽ റളിയല്ലാഹു അൻഹുവിനെ അതാ കൊണ്ട് കിടത്തുന്ന ഒരു വീടിന്റെ ഫ്രണ്ടില് അവിടെ കിടന്നുകൊണ്ട് വിളിക്കുകയാണ്, വല്ലാത്ത ദാഹമാ, എനിക്ക് വല്ലതും തരാമോ, ഒരൽപ്പം വെള്ളം തരാമോ, ശരീരം വല്ലാതെ വേദനിക്കുന്നല്ലോ എന്ന് പറയുമ്പോ വീടിന്റെ കത്തട്ടിൽ നിന്നൊരു പെണ്ണു പറയാ, ഞാൻ എങ്ങനെ ഭക്ഷണം കൊണ്ടുവരാനാ, നിങ്ങൾ ഈ ജനലിന്റെ ഭാഗത്തേക്ക് വരാമോ? ആ സമയത്ത് ഈ കിടക്കുന്ന ഫളൽ റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ എങ്ങനെ ജനലിന്റെ ഭാഗത്ത് വരാനാ, എനിക്ക് രണ്ട് കാലുകളില്ല, എന്നാ നിങ്ങളുടെ കൈയൊന്ന് നീട്ടാമോ? ആ സമയം മഹാനായ ഫളൽ റളിയല്ലാഹു അൻഹു പറയാട്, എനിക്ക് രണ്ട് കൈകളില്ലല്ലോ, എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യ്, കണ്ണടച്ച് പിടിക്ക, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാ എന്ന് പറയുമ്പോ കിടക്കുന്ന ഫളൽ തങ്ങൾ പറയാ, അതിനെനിക്ക് കാണാൻ കഴിയില്ലല്ലോ. ഇങ്ങനത്തെ ഒരു മനുഷ്യനോ, കണ്ണില്ലാത്ത കാതില്ലാത്ത കൈയില്ലാത്തൊരു മനുഷ്യനോ വീടിന്റെ ഉള്ളിൽ നിന്ന് പെണ്ണിറങ്ങി വരികയാണ്. ഇറങ്ങി വന്നുകൊണ്ട് നോക്കുമ്പോ പടച്ചവനെ കൈകളില്ലല്ലോ, ബ്ലഡിൽ ഇങ്ങനെ കുളിച്ചിരിക്കുകയാണ്, കണ്ണിന്റെ സ്ഥാനത്ത് ഹോളുകളാ, കാതുകളില്ല, രണ്ട് കൈകളില്ല. ഉടൻ തന്നെ ഇവിടെന്ന് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഈ ഒരു ചോദ്യത്തിന്റെ മറുപടിയായിട്ട് മാംസപിണ്ഡമായി കിടക്കുന്ന ഫളൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആരാ പറഞ്ഞത് നിങ്ങൾ അന്യ പെണ്ണാണെന്ന്? ആരാ പറഞ്ഞത് നിങ്ങൾ അന്യ പെണ്ണാണെന്ന്? ഒരിക്കലും നിങ്ങൾ അന്യ ഒരു പെണ്ണല്ലല്ലോ, നിങ്ങൾ എന്റെ പുന്നാര ഉമ്മയാണ്, പൊന്നുമ്മ, ഇത് നിങ്ങളുടെ പൊന്നുമോന് ഫളലാ ഉമ്മ. ഉമ്മ, ഞാൻ അന്യനല്ല ഉമ്മ, എന്റെ ഉമ്മാന്റെ പൊന്നുമോനാ ഉമ്മ. എന്റെ ഉമ്മയുടെ പൊരുത്തമില്ലാതെ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങ് കടക്കുമ്പോ, അല്ലാഹുവേ, എന്റെ ഉമ്മയുടെ പൊരുത്തമില്ലാത്തത് കൊണ്ട് എന്റെ രണ്ട് കാലുകൾ മുറിച്ചുമ്മ, എന്റെ രണ്ട് കൈകൾ മുറിച്ചുമ്മ, എന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തുമ്മ, അതുകൊണ്ട് എന്റെ ഉമ്മ അന്യതെന്ന് പറയല്ലേ. ഫളൽ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ എവിടെന്ന് മാംസപിണ്ഡമായി കിടക്കുന്ന ആ പൊന്നുമകനെ അങ്ങ് ചേർത്ത് പിടിക്കുന്നു. അല്ലാഹുവേ,
എന്താണ് കാണുന്നത്? എന്റെ ജീവന്റെ ജീവനായ പൊന്നുമോന്റെ കൈകാലുകളില്ല. ഇതെന്തോരവസ്ഥയാ! ഇന്ന് മിത്തബയിൽ താലപ്പെടുക്ക എന്ന് പറയുന്ന സ്ഥലത്ത് കടന്നിരിക്കുന്ന അള്ളാഹു ആരോഗ്യം തന്ന ചെറുപ്പക്കാരാ, അള്ളാഹു തന്റെ ഇടം തന്ന ചെറുപ്പക്കാരാ, അള്ളാഹു ചുണ്ടിക്കാനുള്ള മസിൽ പവർ തന്ന ചെറുപ്പക്കാരാ, നിങ്ങളുടെ വീടിന്റെ അകത്തട്ടിലുള്ള ശരീരം ചുക്കിച്ചുളഞ്ഞു പോയ, കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു പോയ ആ പാവപ്പെട്ട ശരീരത്തിന്റെ ഉടമയായ നിന്റെ ഉമ്മ നിനക്കൊന്ന് സ്വന്തം കാലിൽ നിൽക്കാറാകുമ്പോ ഇന്നവര് ഭാരമാണോ? ഇന്നവര് ഭാരമാണോ? അതുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ടൊരു തീരുമാനമെടുക്കുക. ഇന്നത്തെ വാള് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിലേക്കൊന്ന് കടന്നു പോയാൽ എന്റെ പല്ല് പൊഴിഞ്ഞു പോയ ഉമ്മയാകട്ടെ, ശരീരത്ത് ദുർഗന്ധമുള്ള ഉമ്മയാകട്ടെ, നമ്മളെ പോലെ നല്ല വസ്ത്രം ധരിക്കാത്ത ഉമ്മയാകട്ടെ, ഇന്നത്തെ രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുന്നുവെങ്കിൽ ആ ചുക്കിച്ചുളഞ്ഞ കാൽപാദത്തിൽ വീണിട്ട് പൊരുത്തം ചോദിക്കാതെ കിടക്കൂലല്ലോ. ഈ ഒരു ഓർമ്മ എന്റെ ചെറുപ്പക്കാരുടെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടാകട്ടെ. ഒരു പൊന്നുപ്പമാരെ, എന്റെ പൊന്നുമ്മമാരെ, എത്ര പെരുന്നാളുകൾ കടന്നുപോയി. നമ്മുടെ ഭാര്യക്ക് നമ്മൾ വസ്ത്രമെടുത്തവരാട്, നമ്മുടെ മക്കൾക്ക് നമ്മൾ വസ്ത്രമെടുത്തവരാട്, എല്ലാവർക്കും നല്ലതുപോലെ വില കൂടിയ വസ്ത്രമെടുത്തവരാട്. എന്നാൽ ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് വില കൂടിയ വസ്ത്രം തരാമോ? ഇതെന്റെ ജീവന്റെ ജീവനായ എന്റെ ഉമ്മക്കാ എന്ന് പറയുന്ന മക്കള് കുറവല്ലേ? ഇന്നിവിടെ ഇരിക്കുന്ന എത്രയോ പ്രിയപ്പെട്ട ഉമ്മമാര് പണ്ടത്തെ കാലഘട്ടത്ത് ഒരു വസ്ത്രം പോലും മേടിക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോ അവരുടെ കാതിൽ കിടന്നിരുന്നത് തന്നില്ലേ, കയ്യിൽ കിടന്നിരുന്ന വളവൂരിയില്ലേ, ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇത് കൊണ്ടുപോയിട്ട് നല്ലതുപോലെ മക്കൾക്ക് വസ്ത്രം വാങ്ങാമോ എന്ന് പറഞ്ഞിട്ട് വില കൂടിയ വസ്ത്രം വാങ്ങി തന്ന ഉമ്മമാര് ഇന്ന് പല വീട്ടിന്റെ ഉള്ളില് അവര് കരയുകയാ. നിങ്ങളെന്ത് പറഞ്ഞ